ഹായ് ഹലോ. Welcome to another video. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്തായിരിക്കും? ഇന്ന് നമ്മുടെ ഹോം ടൂർ ആണ്. അപ്പം ഞങ്ങളിപ്പോൾ ന്യൂസിലൻഡിലാണ് താമസിക്കുന്നത്. ഞാനിവിടെ വന്നത് ലാസ്റ്റ് മെയ്യിലായിരുന്നു. ഇവർ രണ്ടുപേരും വന്നത് സെപ്റ്റംബറിലാണ്. എല്ലാവരും വന്നിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ഫിനിഷായി. സോ ഞങ്ങളുടെ വീട് ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ റെൻ്റൽ ഹൗസിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ നമുക്ക് വീട് കണ്ടിട്ട് വരാം. ഓക്കെ, വെൽക്കം. ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. നമ്മൾ കയറി തന്നെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ടി വി ഉണ്ട്. അവിടെ തന്നെ ദൈവത്തിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു റൈറ്റ് സൈഡ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ നേരെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. നമ്മളിപ്പോൾ 3 പേരാണ് ഇവിടെ താമസിക്കുന്നത്. സോ നമ്മൾ 3 ചെയർ ഇട്ടാണ് ആ ടേബിൾ ഇവിടെ നിർത്തിയേക്കണേ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു 2 ബാർ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നേരെ വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു ചെറിയൊരു സോഫ സെറ്റിയാണ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഡോർ തുറന്നുള്ളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. ഇവിടെയാണ് നമ്മുടെ കുക്ക് ടോപ്പ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഓവൻ ഉണ്ട്, നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് 2 കബോർഡ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു സ്മോൾ കബോർഡ് ഉണ്ട്. പിന്നെ ഇവിടെ 3 കബോർഡ്സ് ഉണ്ട്. ഇവിടെ ഒരു ബിഗ് ഷെൽഫും ഉണ്ട്. ഇവിടെയാണ് നമ്മൾ പ്ലേറ്റ്സും പൊടികൾ ഐറ്റംസും എല്ലാം വെക്കുന്നത് ഇതിനകത്താണ്. ഞങ്ങളുടേത് ഒരു ചെറിയ കിച്ചണാണ്. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പേസും കൂടെ ഉണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു സ്പേസാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു വാഷ് ഏരിയയും കൂടെ ഉണ്ട്. നമ്മൾ അവിടെയാണ് കൂടുതലും പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്യുന്നത്. ഓവനും എയർ ഫ്രയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് വെച്ചേക്കുന്നത്. കുറച്ച് ഐറ്റംസ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസാണ്. നമുക്ക് ഒത്തിരി സാധനങ്ങൾ അതിനകത്ത് വെക്കാൻ പറ്റും. തൊട്ട് അടുത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. പിന്നെ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സ്മോൾ ബൗളിൽ കുറച്ച് ഓർണമെൻ്റൽ ഫിഷസ്, കുറച്ചല്ല 2 ഫിഷസ് ഉണ്ട്. ഇതിൻ്റെ പേര് എന്താ? എനിക്കിതിൻ്റെ പേര് ഗോൾഡി ആൻഡ് റേവൻ എന്നാണ് ഇവരുടെ പേര്. നമ്മൾ കുറച്ച് മണി പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കിച്ചണിൽ നമ്മൾ നേരെ വരുമ്പോൾ നമ്മൾ ലിവിംഗ് റൂമിൽ കയറുന്നു. പിന്നെ നമുക്കിവിടെ നേരെ ഇങ്ങോട്ട് നമുക്ക് ടോയ്ലറ്റ് ആണുള്ളത്. സോ നമുക്ക് അറിയാമായിരിക്കും, നമുക്ക് ഷവർ ഏരിയ സെപ്പറേറ്റ് ആയിരിക്കും എപ്പോഴും ഇവിടെ ഉണ്ടാവുക. ആ ഒരു വെറ്റ് സർഫസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷവർ ഏരിയ സെപ്പറേറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ടോയ്ലറ്റ്, പിന്നെ ഒരു ഹാൻഡ് വാഷിങ് ഏരിയ ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക ഒരു ഡ്രസ്സിങ് മിററോ ഡ്രസ്സിങ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെയാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ റെയിലിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് നമുക്ക് ടവൽ ഇട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടവൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് വിൻ്ററൊക്കെ ആകുമ്പോൾ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. അതാണ് നമ്മുടെ ടോയ്ലറ്റ്. പിന്നെ നമുക്ക് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു വാട്ടർ ഹീറ്ററിൻ്റെ ഒരു സ്പേസാണിത്. നമ്മളിത് അങ്ങനെ തന്നെ വിട്ടേക്കാം. നമ്മൾ അവിടെ ഒന്നും തന്നെ എക്സ്ട്രാ വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഇതാണ് ഇഞ്ചിയുടെ റൂമാണിത്. അങ്ങനെ പറയപ്പെടുന്നുവെങ്കിലും ഇങ്ങ് ഇവിടെ കിടക്കാറില്ല, ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടക്കാറ്. ഓക്കെ. പിന്നെ ഇങ്ങുവിൻ്റെ പുതിയ ഷൂസാണത് കേട്ടോ. ഇങ്കുവിൻ്റെ റൂമിലത്തെ ഒരു സ്മോൾ കബോർഡാണിത്. ഇവിടെ നമ്മൾ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ചെറിയ വീട്ടിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്പേസസ് ഒക്കെ ഭയങ്കര പരിമിതിയാണ്. സോ നമ്മൾ ലഗേജ് ബാഗിലാക്കിയാണ് കുറച്ച് തിങ്സൊക്കെ വെച്ചേക്കുന്നത്. ഞങ്ങൾ ആ ബാഗ്സിന് പേരിട്ടിട്ടുണ്ട്, ഫെസ്റ്റീവ് ബാഗ്, വിൻ്റർ ബാഗ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട് റീസെൻ്റ്ലി. അപ്പോൾ അതിനുള്ളൊരു ബാഗ് ഞങ്ങളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. നമ്മൾ മുന്നേ കണ്ട റൂം പോലെ തന്നെ ഈ റൂമും സെയിം ആണ്. കുറച്ചും കൂടി ഒരു വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ എല്ലാം സെയിം ആണ്. ഞങ്ങളൊരു കിങ് സൈസ് ബെഡാണ് ഇവിടെ വാങ്ങിച്ചിട്ടേക്കുന്നത്. ഇവിടെ ഒരു കോയിൽ ഹീറ്റർ ഉണ്ട്. നിങ്കുച്ചിയുടെ പ്ലേ ഏരിയ ആയിട്ട് പറയാം.
പിന്നെ കുറച്ച് തിങ്സ് വെക്കാനായിട്ട് ഞങ്ങൾ ഇതേപോലെ ഇത് ആക്ച്വലി ഒരു ഷൂ റാക്കാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇങ്കുവിൻ്റെ നല്ല ഡ്രസ്സുകളും കുറച്ച് വീട്ടിലുള്ള ഡ്രസ്സുകളും ഒക്കെ ഇതിനകത്താണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്. ഇതിനകത്താണ് നമ്മൾ ഡ്രസ്സസ് കുറച്ചൊക്കെ അടുക്കി വെച്ചേക്കുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ബൈ.